NSAIDs നമ്മൾ ആസ്പിരിൻ പഠിച്ചു. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് അല്ലെ. പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രഗ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? പ്രോ എന്നുള്ള ആ വാക്ക് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഡ്രഗ്സ് ഏതൊക്കെയാ? ഐബുപ്രൂഫൻ, കീറ്റോപ്രൂഫൻ, ഫ്ലർബിപ്രൂഫൻ, ഫെനോപ്രൂഫൻ, നൽപ്രോക്സൻ അല്ലെ. അതെല്ലാം പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. These are found to be non-selective COX inhibitors. Okay. Then ഇനി നമുക്ക് അതിന്റെ റൂട്ട് നമ്മളിപ്പോ പഠിച്ച ആസ്പിരിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു? ആസ്പിരിൻ പോലെ തന്നെ ഇതിന് അനാൽജസിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി പൈററ്റിക് എഫക്ട് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി സൈഡ് എഫക്ട്സ് കുറവാണ്. ഓക്കെ. സോ അപ്പോ വെൽ ടോളറേറ്റഡ് ദാൻ ആസ്പിരിൻ ആണ്. ഓക്കെ. ഓർ ലെസ് സൈഡ് എഫക്ട്സ് ദാൻ ആസ്പിരിൻ. ഓക്കെ. ഇനി ഫാർമക്കോകൈനറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ഡ്രഗ്സ് വരുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ ഡിഫറെന്റ് റൂട്ട്സിൽ നമുക്കത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ അപ്പോൾ ഓറൽ റൂട്ടിൽ അവൈലബിൾ ആണ് ഫോർമുലേഷൻസ്, റെക്ടൽ റൂട്ടിൽ സപ്പോസിറ്ററീസ് അവൈലബിൾ ആണ്, പാരന്റൽ ആയിട്ട് ഇഞ്ചക്ഷൻസ് IM IV ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ടോപ്പിക്കൽ റൂട്ടില് നമുക്ക് ഡിഫറെന്റ് ഫോർമുലേഷൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഓയിന്റ്മെന്റ്സ് ഉണ്ടാവും, ക്രീംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് ഞാൻ റൂട്ട് മാത്രമേ പറയുന്നുള്ളൂ, ഫോർമുലേഷൻസ് ഒന്നും എടുത്ത് പറയുന്നില്ല. ജസ്റ്റ് ഏതൊക്കെ റൂട്ടിൽ എടുക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് പാച്ചസ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. സോ അപ്പോ അങ്ങനെ ഡിഫറെന്റ് റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫ്ലർബിപ്രൂഫൻ ഡ്രഗിന് ഓക്കുലാർ ഫോർമുലേഷനും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കട്ടെ. ഓക്കുലാർ ഇൻഫ്ലമേഷന് യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ഡ്രഗ് ആണ് ഇത് ഫ്ലർബിപ്രൂഫൻ. ഓക്കെ. സോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് റൂട്ട്സിൽ നമുക്ക് ഈ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു? ഇത് ഓറലി വെൽ അബ്സോർപ്ഷൻ കാണിക്കുന്ന ഒരു കൂട്ടം ഡ്രഗ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്സ് ആണ് അല്ലെ. നമ്മുടെ ആസ്പിരിൻ പോലെ തന്നെ ഈ ഒരു കാറ്റഗറി NSAIDs പൊതുവെ എല്ലാം തന്നെ ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്സ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മെറ്റബോളിസം ഏത് വഴിയായിരിക്കും? ഇവിടുത്തെ മെറ്റബോളിസം വരുന്നത് ഗ്ലൂക്കോർണിഡേഷൻ ആണ്. ഇനി അങ്ങോട്ടുള്ള നോൺ സെലക്റ്റീവ് NSAIDs ഒക്കെ പൊതുവെ തന്നെ ഗ്ലൂക്കോണൈഡ് കോൺജുഗേഷൻ ആണ് എന്ത് വരുന്നത്? മെറ്റബോളിസം വരുന്നത്. ഓക്കെ. ഇപ്പൊ ചില ഡ്രഗ്സിന് നമുക്ക് ഹൈഡ്രോക്സിലേഷൻ കൂടി അണ്ടർഗോ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാ? ഗ്ലൂക്കോണൈഡ് കോൺജുഗേഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോണൈഡ് ഗ്രൂപ്പ് അതിലേക്ക് ഫിക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗ്ലൂക്കോണൈഡ് കോൺജുഗേഷൻ നടക്കുന്നതും അതുവഴി വാട്ടർ സോളബിൾ ഫോമിലേക്ക് മാറുകയും എക്സ്ക്രീറ്റഡ് ആയി പോവുകയും ചെയ്യാം. ഓക്കെ. എനിവേ ഇപ്പൊ ചില ഡ്രഗ്സിന് നമുക്ക് ഹൈഡ്രോക്സിലേഷനും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഗ്ലൂക്കോണിഡേഷൻ നടക്കുക. സോ അപ്പൊ എന്തായാലും ഗ്ലൂക്കോണിഡേഷൻ ഈസ് ഫൗണ്ട് ടു ബി one major metabolic step, okay, for these non-selective NSAID drugs. പിന്നെ എക്സ്ക്രീഷൻ ഏതൊക്കെ മെത്തേഡ്സിലായിരിക്കും? യൂറിൻ ആസ് വെൽ ആസ് വാട്ടർ, ബൈലിലൂടെയും എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. സോ ബൈലിലൂടെ സെക്രീറ്റ് ചെയ്യുകയും ഫീസസിലൂടെ എക്സ്ക്രീഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് ചില ഡ്രഗ്സിന്റെ കേസിൽ. ഓക്കെ. സോ അപ്പൊ ഇതാണ് പൊതുവായിട്ട് നമുക്ക് പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ഡ്രഗ്സിന്റെ കേസ് വരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഫിനമേറ്റ്സിലും ഒക്കെ വരുന്നതും. ഏകദേശം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇനി അങ്ങോട്ടുള്ള നോൺ സെലക്റ്റീവ് ഇൻഹിബിറ്റേഴ്സിനൊക്കെ തന്നെ സെയിം ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കൾട്ട് ബ്ലഡ് ലോസ് ഒക്കെ വളരെ കുറവാണ് ഈ ഒരു കൂട്ടം ഡ്രഗ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ. ഓക്കെ. നമ്മൾ പറഞ്ഞു അപ്പുറത്തെ ആസ്പിരിന്റെ കേസിൽ ഒക്കൾട്ട് ബ്ലഡ് ലോസ് ഒക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒക്കൾട്ട് ബ്ലഡ് ലോസ് ഒക്കെ കുറവാണ്. പക്ഷെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കൂട്ടം ഡ്രഗ്സ് പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ക്രോസ് വാട്ടർ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഓൾസോ. ഓക്കെ. ഇറ്റ് ക്യാൻ റീച്ച് CNS. പിന്നെ അതുപോലെ തന്നെ ക്രോസ് പ്ലാസന്റ ആസ് വെൽ ആസ് വാട്ടർ ഇറ്റ് ക്യാൻ ഓൾസോ ക്രോസ് ദ സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ. സോ അപ്പോ ഈ CNS ക്രോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ CNS സിംറ്റംസും കാണിക്കും ഈ ഒരു കൂട്ടം ഡ്രഗ്സ്. ഓക്കെ. ദാറ്റ് ഈസ് ഡിസിനസ്, അതേപോലെ തന്നെ ഒരു ഹെഡ് ഏക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഒരു CNS സിംറ്റംസും അതിന്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് ഉണ്ടാവാം ഈ ഒരു കൂട്ടം ഡ്രഗ്സിന്. ഓക്കെ. സോ അപ്പൊ എനിവേ പക്ഷെ വലിയ തോതിലല്ല, സ്ലോലി ആയിട്ടായിരിക്കും പോവാന്നേ ഉള്ളൂ. ഓക്കെ. സോ ഇത്രയും കൂടിയിട്ടാണ് നമുക്ക് ADRന്റെ കേസിലും കൂടി വരുന്നത്. ഇനി യൂസസിന്റെ കേസ് പറയുമ്പോഴത്തേക്കും യൂസസിൽ ഓർക്കാൻ നമുക്ക് ഓരോ ഡ്രഗ്സിന്റെ കേസ് ആയിട്ട് നോക്കാം. അപ്പൊ ഐബുപ്രൂഫന്റെ കേസ് നമുക്കറിയാം. ഐബുപ്രൂഫൻ നല്ലൊരു അനാൽജസിക് ഡ്രഗ് ആണ് അല്ലെ ഐബുപ്രൂഫൻ. അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഐബുപ്രൂഫന്റെ കേസ്. ആന്റി പൈററ്റിക് എഫക്റ്റും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കോമൺലി അനാൽജസിക് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ അപ്പോ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഓർക്കാനുള്ള എന്താണ്? ടൂത്ത് എക്സ്ട്രാക്ഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെ ഡെന്റൽ സർജറീസിനും ടൂത്ത് എക്സ്ട്രാക്ഷനും ഒക്കെ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് ഈ ഐബുപ്രൂഫൻ അല്ലെ. അതേപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിന് ഐബുപ്രൂഫൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്മെനോറിയ, അതായത് മെൻസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒക്കെ
സഹായിക്കുന്ന ഡ്രഗ് ആണ് ഇത് ഐബുപ്രൂഫൻ. സോ അപ്പോ ഇപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവോ അല്ലെങ്കിൽ ഡെന്റൽ സർജറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അനാൽജസിക് എഫക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫ്ലമേഷനിലേക്ക് വന്ന ആ ഒരു സ്വെല്ലിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കും എന്ത് ഈ ഐബുപ്രൂഫൻ ഡ്രഗ്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് അതിന്റെ യൂസിലേക്ക് വരിക. പിന്നെ നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം നോക്കാനുള്ളത്, നമുക്ക് NSAIDs ആസ്മാറ്റിക് പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആസ്പിരിൻ അല്ലെങ്കിൽ മറ്റ് NSAIDs നമുക്ക് എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ആസ്പിരിൻ അല്ലെങ്കിൽ NSAIDs നമുക്ക് ഈ ആസ്മാറ്റിക് പേഷ്യൻസിന് അത്ര നല്ലതല്ല NSAIDsന്റെ യൂസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരക്കിഡോണിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ കോക്സ് എൻസൈമിനെയാണ് ആര് ഇൻഹിബിറ്റ് ചെയ്യുക, നമ്മുടെ NSAIDs ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഈ അരക്കിഡോണിക് ആസിഡ് തന്നെ രണ്ട് പാത്വേസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഒന്ന് കോക്സ് പാത്വേ, സൈക്ലോ ഓക്സിജനേസിന്റെ പ്രസൻസിൽ അതിനെ നമ്മുടെ NSAIDs ഇൻഹിബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ അത് അണ്ടർഗോ ചെയ്യുന്ന മറ്റൊരു പാത്വേ ആണ് ലോക്സ് പാത്വേ. ഓക്കെ, ദാറ്റ് ഇസ് ലിപ് ഓക്സിജനൈസ് പാത്വേ. ഓക്കെ, ലോക്സ് പാത്വേ. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഈ പാത്വേ ബ്ലോക്ക് ആവുമ്പോൾ ഒരുപാട് എമൗണ്ടിൽ അരക്കിഡോണിക് ആസിഡ് എന്ത് ചെയ്യും, ലോക്സ് പാത്വേയിലേക്ക് അവൈലബിൾ ആവും. ഈ ലോക്സ് പാത്വേയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ല്യൂക്കോട്രൈൻസ് ആണ്. ഓക്കെ, സോ ഈ ല്യൂക്കോട്രൈൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം റെസ്പിറേറ്ററി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ് അല്ലെ. ആസ്മ, അലർജി കണ്ടീഷൻസിലൊക്കെ കൂടുന്ന ഒരു കണ്ടീഷൻ, ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്, ല്യൂക്കോട്രൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോ എന്ത് ചെയ്യും, അപ്പൊ ആസ്മാറ്റിക് അല്ലെങ്കിൽ ആസ്മാറ്റിക് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർക്കൊക്കെ ഈ ല്യൂക്കോട്രൈൻസ് കൂടുകയും അതിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം ആസ്മാറ്റിക് പേഷ്യൻസിനും എന്ത് ചെയ്യുന്നില്ല, NSAIDs പൊതുവെ യൂസ് ചെയ്തില്ല. ഇൻ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സെലികോക്സിബ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സോ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റർ ആയിട്ടുള്ള നിമസിലൈഡോ ആണ് ആസ്മാറ്റിക് പേഷ്യൻസിന് NSAIDs ആയിട്ട് പ്രിഫറബിൾ ആയിട്ട് വരിക. സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ നിമസിലൈഡ്. ഓക്കെ, അപ്പോ അതവിടെ നിൽക്കട്ടെ. സോ അപ്പോ ല്യൂക്കോട്രൈൻസ് ഒക്കെ കൂടുകയും അതുവഴി എന്ത് ചെയ്യും, നമുക്ക് ബ്രോങ്കോസ്പാസോ അലർജി ആസ്മയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ആസ്മേനെ, ആസ്പിരിൻ ഒക്കെ എടുക്കുന്ന പേഷ്യൻസിൽ ഇങ്ങനെ ഒരു ആസ്മാറ്റിക് കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് AERD. ഓക്കെ, അപ്പോ അതായത് ആസ്പിരിൻ എക്സാർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ഇതിന് നമുക്ക് ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയാം. ഓക്കെ, ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ, ആസ്പിരിൻ എക്സാർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ NSAID എക്സാർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ് എന്നും പറയും. NSAID എക്സാർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ് എന്നും പറയും. ഓക്കെ, സോ അപ്പൊ അതിൽ പൊതുവെ കാണുന്നത് ആസ്പിരിന് എടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡ്രഗിലാണ് ഇത് മോസ്റ്റ്ലി വരുന്നത്. അപ്പോ ഈ ഒരു കണ്ടീഷനിൽ കാണുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, 3 സിംറ്റംസ് ഉണ്ട്. അതിൽ ഒന്ന് എന്താണ്, ആസ്പിരിൻ അലർജി ആവും. ഓക്കെ, ആസ്പിരിൻ അലർജി ഉണ്ടാവും, ആസ്മ ഉണ്ടാവും, അതേപോലെ തന്നെ നെയ്സൽ പൊളിപ്സ്, അതായത് നമ്മുടെ നോസിലോ അല്ലെങ്കിൽ സൈനസിലോ ഇങ്ങനെ ദശ വളർന്നു നിൽക്കും. ഓക്കെ, സോ അപ്പൊ ഈ ഒരു 3 കണ്ടീഷൻസും കൂടിയിട്ട് കാണുന്നതിനെയാണ് സാംറ്റേഴ്സ് ട്രയാഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോ നമുക്ക് ചോദിക്കാം, സാംറ്റേഴ്സ് ട്രയാഡ് അല്ലെങ്കിൽ AERD താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ കാണുന്നതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് ഏതാണ് വരുന്നത്, ആസ്പിരിനോ അല്ലെങ്കിൽ മറ്റ് NSAIDs. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് വിൽ ബി precipitate the aspirin induced asthma. ഓക്കെ, സോ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഈ NSAID ഡ്രഗ്സ് എടുക്കുമ്പോഴും എന്ത് ചെയ്യും, അത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആസ്മാറ്റിക് അറ്റാക്ക് വേഴ്സൺ ആവും. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, സോ അപ്പോ ഇതും കൂടിയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. സാംറ്റേഴ്സ് ട്രയാഡ്, AERD ആസ്പിരിൻ എക്സാർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ്, അല്ലെങ്കിൽ NSAID എക്സാർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ്, അല്ലെങ്കിൽ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ. ഓക്കെ, സോ അപ്പോ ഇതിനെ ഈ ഒരു കണ്ടീഷനെ എന്ത് ചെയ്യും, നമ്മൾ ഐബുപ്രൂഫൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ഡ്രഗ്സിന്. ഓക്കെ, സോ അപ്പോ അതും കൂടിയിട്ടൊന്ന് ഓർക്കാം. ഇനി അടുത്തത് ആസ്പിരിനും ഐബുപ്രൂഫനും എടുക്കുമ്പോൾ ഇനി അടുത്ത ഒരു പ്രശ്നം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആസ്പിരിന് ഇറിവേഴ്സിബിൾ ആയിട്ട് നമ്മുടെ കോക്സിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ഐബുപ്രൂഫനൊക്കെ എന്താ ചെയ്യുക, ഐബുപ്രൂഫനൊക്കെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇൻഹിബിഷനാ കാണിക്കുക. അപ്പോൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്, ആസ്പിരിൻ ഇപ്പൊ പേഷ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും, കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആക്ഷന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസിനല്ലേ അത് എടുക്കുക. സോ അപ്പോ നമ്മുടെ
ഈ ഐബുപ്രൂഫൻ NSAID ആയിട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ സെറൈൻ റെസിഡ്യൂയിലേക്കാണ് ആര് ബൈൻഡ് ചെയ്യുക? നമ്മുടെ ആസ്പിരിൻ കോവാലന്റ്ലി ബൈൻഡ് ചെയ്യുക. സോ അപ്പൊ ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആണ് അല്ലെ. അപ്പൊ അത് ഫ്രീ ആവുന്നില്ല പിന്നെ. അപ്പോ ഈ പകരം ആര് പോയി അവിടെ ബൈൻഡ് ചെയ്യും? ഐബുപ്രൂഫനും ആസ്പിരിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐബുപ്രൂഫൻ പോയി ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ പക്ഷെ ഐബുപ്രൂഫന്റെ ബൈൻഡിങ് എന്താണ്? റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്. മാത്രമല്ല ഐബുപ്രൂഫൻ ഒരു ഷോർട്ട് ഹാഫ് ലൈഫ് ഉള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അത് റിമൂവ് ആകുമ്പോഴത്തേക്കും ഈ എൻസൈം വീണ്ടും എന്താണ്? ആക്റ്റീവ് ആയി. അപ്പൊ എന്ത് ചെയ്യും? പ്ലേറ്റ്ലെറ്റ്സിന്റെ അഗ്രഗേഷൻ നടക്കാം, ഫ്ലോട്ടിംഗ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആസ്പിരിൻ എടുത്തത് കൊണ്ടുള്ള എഫക്ട് കിട്ടണം എന്നില്ല. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ഐബുപ്രൂഫൻ വിൽ ബി റെഡ്യൂസിംഗ് ദ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഓഫ് ആസ്പിരിൻ. ഓക്കെ, സോ അപ്പൊ ആ ഒരു പോയിന്റും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, ibuprofen reduces the cardioprotective action of a aspirin, so concurrent administration of ibuprofen as well as what aspirin should be avoided. Okay, ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് ഓൾറെഡി GI ബ്ലീഡിങ്ങും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന് ഈ ആദിയുടെ കേസ്, മറ്റൊന്ന് ലെസ് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും കൂടിയിട്ട് ഐബുപ്രൂഫനും ആസ്പിരിനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഐബുപ്രൂഫന്റെ കേസിൽ രണ്ട് ഡോസും കൂടിയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഐബുപ്രൂഫന് പ്രിസ്ക്രിപ്ഷൻ ഡോസ് മാക്സിമം എന്ന് പറയുന്നത് 3200 mg ആണ്. ഐബുപ്രൂഫൻ നമുക്കറിയാം OTC ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് അല്ലെ. സോ അതിന്റെ മാക്സിമം OTC-യിൽ എടുക്കുന്ന മാക്സിമം ഡോസ് 1200 mg ആണ്. ഓക്കെ, സോ 1200 mg ആണ് മാക്സിമം OTC ഡോസ് ആൻഡ് മാക്സിമം പ്രിസ്ക്രിപ്ഷൻ ഡോസസ് 3200 mg. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഐബുപ്രൂഫനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും കൂടിയിട്ട് ഓർക്കുക.